ഇവിടെ ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കണം. എല്ലാ ദിവസവും ആളുകൾ നോക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ആരും എല്ലാവരും മറന്നു. ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന രോഗി മുതൽ മരിക്കാൻ കിടക്കുന്ന ആളുകൾ വരെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, വല്ല തീരുമാനമായോ? കഷ്ടമെന്നല്ലാതെ എന്ത് പറയാനായിട്ട്. BJPയുടെ ആവശ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ഇനി കോൺഗ്രസ് മുക്ത കേരളം എന്നൊരു അജണ്ടയാണോ ഇനിയിപ്പം ഹൈക്കമാൻഡിനുള്ളതെന്ന് എനിക്കൊരു പേടി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുമോ? എന്തൊരു ദയനീയമായൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ, ഇപ്പോഴത്തെ കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന് കാവൽ എങ്ങനെ തുടരുക? കാവലിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കൊടുക്കുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങി, അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങി, അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു. അപ്പോൾ പറഞ്ഞു അദ്ദേഹം അങ്ങ് ഇവിടുന്ന് കൂടൊഴിഞ്ഞ് ധർമ്മടത്തേക്ക് പോവുകയാണെന്ന് ആദ്യം പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു, മാധ്യമങ്ങൾ പറഞ്ഞു. എങ്ങും പോയില്ല. അദ്ദേഹം ചിന്തയിലേക്ക്, അതായത് CPMൻ്റെ AK സെൻറ്ററിന് മുന്നിലുള്ള CPMൻ്റെ ഫ്ലാറ്റ് സമുച്ചയമായ ചിന്തയിലേക്ക് മാറാൻ വേണ്ടി എല്ലാം സജ്ജീകരണം ചെയ്തു. അപ്പോഴിതാ കേൾക്കുന്നു അദ്ദേഹം വേറൊരു വീടെടുത്ത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ താമസിക്കുന്നു. സിറ്റിക്കകത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ബേക്കറി ജംഗ്ഷൻ അടുത്ത് ഒരു നല്ല കാർ പാർക്കിംഗ് ഏരിയയൊക്കെ ഉള്ള ഒരു വീട്ടിൽ അദ്ദേഹം താമസിക്കാൻ വേണ്ടി വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് തോന്നി ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന്.